ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. 4 ചുവരുകൾക്കുള്ളിലുള്ള ലോകത്തു നിന്നും അവർ പാട്ടും സംഗീതവും നൃത്തവും ആസ്വദിക്കാൻ ഒത്തുചേർന്നു. കിടപ്പ് രോഗികളായവരെ ചേർത്ത് നിർത്തി മാനസികോല്ലാസം നൽകാനായി വാണിയംകുളത്ത് പാലിയേറ്റീവ് കെയർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പുഞ്ചിരിപ്പാടത്തെ വാട്ടർ മ്യൂസിക്കൽ ഫൗണ്ടേഷനിലാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. തിരുവാതിരക്കളിയും പാട്ടും കലാപരിപാടികളുമായാണ് ഒരു ദിവസം അവർ പ്രകൃതിയോടിണങ്ങി മാനസികോല്ലാസം നേടിയത്. പകൽ മുഴുവൻ അവരെ പരിചരിക്കുന്നവരും ആശ്വാസം കണ്ടെത്തി. അപകടത്തിൽ പരിക്കേറ്റ കിടപ്പിലായവരും രോഗബാധിതരായി കിടപ്പായവരും ഉൾപ്പെടെ വാണിയംകുളം പഞ്ചായത്തിൽ 250ഓളം പേർക്കാണ് പാലിയേറ്റീവ് കെയർ നൽകുന്നത്. ഇവരെ ചികിത്സിച്ച് പരിചരണം നൽകുന്നതോടൊപ്പം മാനസികമായ ഉല്ലാസം കൂടി പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഉല്ലാസയാത്രയായിരുന്നു നടത്തിയത്. ഇത്തവണ സ്നേഹസംഗമത്തിൽ രോഗബാധിതരായവരുൾപ്പെടെ കലാപരിപാടികളിലും പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസത്തിലും തീരെ കിടപ്പിലായിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എത്തുന്നുണ്ട്. അവർ നടത്തുന്ന പ്രവർത്തനം ഒന്നും ഒരു കിടപ്പ് രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആവില്ല. എന്നാൽ പരമാവധി നമ്മുടെ ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി നമ്മുടെ പഞ്ചായത്ത് ഏതാണ്ട് 14 ലക്ഷം രൂപ ഈ ആവശ്യത്തിന് വേണ്ടി ഒരു കൊല്ലത്തിൽ ചെലവ് ചെയ്യുകയാണ്. മരുന്നിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി, അവിടെ അതിന് ജോലി എടുക്കണ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി, അങ്ങനെ ആ നിലയിൽ പഞ്ചായത്ത് ചെലവ് ചെയ്യുകയാണ്. ഇതിൻ്റെ പുറമെയാണ് ആയുർവേദം നമ്മളൊരു പ്രോജക്റ്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് അരികെ എന്ന പേരിലൊരു പ്രോജക്റ്റും നമ്മൾ വയ്ക്കുന്നുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷൻ പി ഹരിദാസൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കനകരാജൻ, സെക്രട്ടറി എ കെ വിനോദ്, മെഡിക്കൽ ഓഫീസർ കെ അഖില, പഞ്ചായത്ത് അംഗം കെ എസ് മഞ്ജുമ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുഷി എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.